എടോ സാറേ, താനാ കിസ്തളവിനുള്ള കള്ളാസ് എഴുതി വിട്ടാ? ഇല്ല മുതലാളി, ഇന്ന് വിട്ടേക്കാം. ശരിക്ക് തട്ടിയേക്കണം കേട്ടാ. കിസ്തളവ് ചെയ്തു തന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഇനിയും വരുമെന്നൊരു ഒരു സൂചന. അതെ, അത് തന്നെ. വെട്ടി തുറന്ന് എഴുതി കളയരുതും, വായിച്ചാപ്പിടി കിട്ടുകയും വേണം. അതെല്ലാം ഞാൻ ഏറ്റു മുതലാളി. പക്ഷേ ഒരു കുഴപ്പം, 2 ദിവസത്തെ പണിമുടക്കെങ്കിലും നടക്കാതെ കിസ്തളവ് ചെയ്തു തരണമെന്ന് എങ്ങനെ ആവശ്യപ്പെടും? ആ യൂണിയൻകാരോട് പറയടോ 2 ദിവസം ഒന്ന് മുടക്കിത്തരാൻ. ഒരു വക പുത്തമ്പണക്കാരന്റെ വിവരദോഷം എന്നോട് പറയരുത്. ബോധത്തിന് പറയുന്നുണ്ട്, അതിലില്ലേ? പൊന്നു മുതലാളി, മാപ്പാക്കണം. അബദ്ധം സംഭവിച്ചു പോയി. ഞാനിപ്പോ എന്നതാണ് ഈ പറഞ്ഞത്? മായയാണോ മന്ത്രമാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. എന്റെ മുമ്പിൽ വേറെ ആരോ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ തന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇല്ല മുതലാളി, എന്റെ ഉള്ളു ശുദ്ധമാണ്. അശുദ്ധമായതാണ് പുറത്തോട്ട് തള്ളിയത്. ശരി ശരി, പുത്തമ്പണക്കാരന്റെ വിവരദോഷം അല്ലേ? ഇരിക്കടോ. കോലത്തുനിന്ന് ആ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയി. ആര്? കോലത്തെ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയെന്ന്. അതിനിവിടെ തമ്പുരാക്കന്മാരും ഇല്ലല്ല. നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണണ്ടാ? ഇതെന്നത് നോട്ടാണ്? നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണെന്ന് പറയണത് നേരാണാ? എടോ സാറോ എന്തോ എഴുന്നേറ്റ് നെല്ലി, നമ്മളെ 2ആളെയും വിത്തരിക്കാൻ പോവുകയാണ് മന്ത്രി മംഗമാമ. പുതിയ കേസ് മന്ത്രിയാണ്. ഇങ്ങാട്ടിരിയെന്ന് കളിയാക്കൊന്നും വേണ്ട. അമ്മമ്മ ഇതാരപ്പ? കേസ് ഇൻസ്പെക്ടറാ? നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ തുടങ്ങിയ പിന്നെ ആ തമ്പരാട്ടിമാർക്ക് അവിടെ കഴിഞ്ഞുകൂടാനൊക്കുവാ. വേറെ വല്ലയിടത്തും കൊണ്ടുപോയിട്ട് വാറ്റാമേലേ? എടീ, വാറ്റാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ. എനിക്ക് മേലെ കോലാത്ത വലിയ തമ്പുരാൻ കിടന്നുറങ്ങിയ മുറിയിൽ ഇട്ട് ചാരായം മാറ്റണം. അതെന്താ അത്ര വലിയ നിർബന്ധം? അത് നീ തന്തക്ക് പറഞ്ഞവനാണെങ്കിലേ അറിയാനൊക്കെ ഉള്ളു. ആ കോലോ നിൽക്കുന്നിടത്ത് കുളം തോന്നണോന്നായിരുന്നു കൊച്ചിലെ മുതലുള്ള എന്റെ ഒരാശ. ഓരോരോ ബാലചാബല്യങ്ങളെ. എന്താ? എടീ, എന്റെ അച്ഛനെ വെട്ടിയരിഞ്ഞിട്ട കോലാത്തിട്ട് ഞാൻ ചാരായം വാറ്റും. അതിനാണ് ചോദിച്ച വില കൊടുത്ത് ഞാനത് മേടിച്ചത്. ആ തമ്പുരാട്ടിമാരുടെ ഓഹരി മാത്രം തന്നില്ല. കെട്ടിപ്പിടിച്ചണ്ടിരുന്നോട്ട. ഞാൻ അവിടെ ഇട്ട് ചാരായം വാറ്റ് തുടങ്ങുമ്പോ തമ്പുരാട്ടിമാര് താനേ പുറത്ത് ചാടും. അപ്പൊ ഞാൻ വാറ്റ് നിർത്തും. എന്നിട്ട് ആ കോലാത്തിന് തീയിടും. അത് കഴിഞ്ഞ് അവിടെ ഒരു കുളം കുഴിക്കും. ആ കുളത്തിൽ നിന്ന് ഒരു കൈ വെള്ളം കോരി ഞാൻ കുടിക്കും. എന്നാലേ എന്റെ ഉള്ളൊന്ന് തണുക്കുള്ളൂ. എന്റെ അച്ഛന്റെ ചോര വീണ സ്ഥലാണത്. വിടുകേല കൊച്ചുവാവ. ജാനോ, നീ എന്നാ വന്നത്? ഇന്ന് വന്നതേ ഉള്ളൂ. 1ാം വിരുന്നിന് വന്നതാ. എന്നിട്ട് ജാനുന്റെ ആളെവിടെ? എണീറ്റില്ല, ഉറക്കം തന്നെ ഉറക്കം. എങ്കി വല്യമ്പ്രാട്ടിയെ ഒന്ന് കണ്ടിട്ട് പോകാലോന്ന് കരുതി ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് പോന്നതാ. പുകല കൊടുത്ത് തൊട്ട് വന്നിക്കടി മോളെ. പുകയിലയോ? എനിക്ക് എന്തിനാന്നാണ് ഈ പുകയില? അതങ്ങോട്ട് വാങ്ങിച്ചോണ്ട് അവളെ തമ്പ്രാട്ടി അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാനോ? ഈ ഞാനോ? മേലേക്കോലത്തെ ഇപ്പോഴത്തെ മൂപ്പ് തമ്പ്രാട്ടിയാ. നാളെ മരിക്കുന്നത് വരേക്കും പഴയതൊന്നും തെറ്റിക്കുകയില്ല. അങ്ങോട്ട് കൊടുക്കടി മോളെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിനക്കവിടെ സുഖല്ലേ കുട്ടിയെ? സുഖാണ് തമ്പ്രാട്ടി. വരെ ചോദിക്കട്ടെ. ജാനുവിനെ കാണാനിപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആരാ നിന്നെങ്ങനെ ആക്കിയെടുത്തത്? നിന്റെ ആളോ? ഞാൻ നന്നായിരിക്കണോ കൊച്ചുമ്പ്രാട്ടി? കൊള്ളാം. നീ അവിടെ പോയിട്ട് എന്താ ഈ ചെയ്യണത്? എന്ത് ചെയ്യാൻ? ആഹാരം ശരിക്കും കഴിക്കുന്നുണ്ടാവും. അയ്യോ ഇല്ല, ഇവിടെ കഴിച്ചതിനേക്കാൾ വളരെ കുറിച്ച് അവിടെ ചെന്നിട്ട് കഴിക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ എന്താ ഇങ്ങനെ? അത് കൊച്ചുമ്പ്രാട്ടിയുടെ കല്യാണം കഴിയുമ്പോ മനസ്സിലാവും. അതെങ്ങനെയാ?
കല്യാണം കഴിഞ്ഞു വെച്ചാ ആഹാരം ഇല്ലാണ്ടും തടിക്കോ? അതെന്തൊരു സൂത്ര. അതൊന്നും പറഞ്ഞ കൊച്ചമ്പ്രാട്ടിക്ക് മനസ്സിലാവില്ല. നീ ഇരുന്നേ. നിന്റെ ആളിന് നിന്നോട് ഇഷ്ടാണോ? അതെ, നല്ല ഇഷ്ടാ. നിന്റെ ആളിനെ നീ എന്താ വിളിക്കുക? ചേട്ടൻ. ഹായ് ചേട്ടൻ. വിളിക്കാൻ നല്ല സുഖല്ലേ? മനസ്സിലങ്ങട്. സംഭാവന പിരിവുകാരാന്നാ തോന്നുന്നേ. പിരിവുകാരാണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എപ്പോ വരൂന്ന് പറയണം. ഇനി വരികേല, ചത്തുപോയി. ചത്തുപോയെന്ന അങ്ങോട്ട് ചെന്ന് നുണ പറഞ്ഞ് പാവം തലയ്ക്ക് വലിച്ചു കയറ്റുന്നത് എന്തിനാ? കുറച്ചു നേരം വിളിച്ചിട്ട് അവരങ്ങോട്ട് പൊക്കോളും. ഹലോ ഫാദറല്ലേ ഇവിടെ? അകത്തുണ്ടല്ലോ. ഒന്നിട്ട് വിളിക്കാമോ? വേണ്ട, അങ്ങോട്ട് എന്നാ മതി. നീ കൂടെ വാ. ഞാൻ വന്നാ കുഴയും. നിങ്ങൾ നേരെ കയറി പോയിക്കോ. ചെല്ലട്ടെ. ആ ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പോയല്ലോ. പൊപ്പായോ? ആര്? എന്തോന്ന്? ആ, നമസ്കാരം മുരളി. ആ, നമസ്കാരം നമസ്കാരം. ദേ ഇങ്ങാട്ടിരി ഇങ്ങാട്ടിരി. ഒരാളത് അങ്ങാട്ടിരി. ഇങ്ങാട്ട് പാടൂ. എന്ത് എന്താ നെല്ലി? താൻ എല്ലാത്തിനെയും കൂടെ വിളിച്ച് മുറി കയറ്റിയ. അപ്പൊ മുതലാളി ഇതിനെ പുറത്തേക്ക് തല നീട്ടിയത് അതല്ലേ കുഴപ്പമായത്? പിന്നെ അവര് വന്നെന്നും പറഞ്ഞ് തല കൊണ്ടിയെന്ന് തണ്ടാം. പറ്റില്ല പറ്റില്ല. മുതലാളിക്ക് ബുദ്ധിമുട്ടായി കാണും. ഏയ്, എന്നാ ബുദ്ധിമുട്ട്? ഇതിൽ ചിലരെല്ലാം കണ്ടിട്ടുള്ള പോലെ തോന്നണുണ്ടല്ല. കണ്ടു കാണും മുതലാളി. സ്റ്റുഡൻസ് അല്ലേ? ഞങ്ങൾ കോളേജിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ കോളേജ് ഡേ ആണ്. എന്ന് വെച്ചാ വാർഷികം. ഔവ്വ. ഇവിടെ നിന്ന് വലിക്കണം മുതലാളി. അയ്യോ, പിന്നെ മറ്റവനായിരിക്കും. അതെ. പിടിച്ചോ പിടിച്ചോ. ഒരെണ്ണം നോക്കുന്നോ? വേറെ ഉണ്ടേ? വേണ്ട വേണ്ട, വാപ്പൻ ചുമക്കും. പിന്നെ എന്നൊക്കെയാണ് പരിപാടികള്? കുറെ കലാപരിപാടികളൊക്കെ ഉണ്ട്. ആ, അപ്പൊ കൂവും കുറുക്കുവിളിയും കാണുമെന്നുള്ളത് കല്ലേക്കിട്ട്. കായിക മത്സരങ്ങളും ഉണ്ട്. ആ, അപ്പൊ കല്ലേറും കത്തിക്കുത്തും ഇല്ല. അതൊക്കെ എങ്ങനെ കിടക്കും മുതലാളി? കോളേജ് പിള്ളേരല്ലേ? വാസ്തവം വാസ്തവം. അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ. പിള്ളാരല്ലേ. തീർന്നില്ല മുതലാളി. വൈകുന്നേരം ഒരു സമാപന സമ്മേളനം കൂടി ഉണ്ട്. അതായത് ഈ കലാശക്കോട്ട. വേണം വേണം, അത് വേണം. അതില്ലാതെ പറ്റുകയില്ല. മുതലാളിയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ചീഫ് ഗസ്റ്റ്. ആരപ്പാ? പ്രധാന അതിഥി. ആ, അത്രേ ഉള്ളൂ. ഞങ്ങൾ റോഡിൽ നിന്ന് തന്നെ താലപ്പൊലിയോടുകൂടി മുതലാളിയെ സ്വീകരിച്ചുകൊണ്ട് പോകും. സന്തോഷമായില്ലേ മുതലാളി? ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതൊക്കെ മുമ്പ് ഇതുപോലെ വിളിച്ചണ്ട് പോയവരെയെല്ലാം അവിടെ തന്നെ മൂടിയ അവരുടെ വീട്ടിലാട്ട് കൊടുത്തു വിട്ട? എന്ന് വെച്ചാൽ ഈ താലപ്പൊലിയായിട്ട് അകത്താട്ട് കൊണ്ടുപോണവരെയൊക്കെ പച്ചോല കെട്ടിയാണല്ല പുറത്താട്ടിറക്കണത്. അതുകൊണ്ട് ചോദിച്ചു പോയതാണ് കേട്ടാ. ഈ ജാതി ഫലിതങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഔവേ, മിസ്റ്റർ കൊച്ചുമാവ, അതേറ്റിരിക്കണ്. അവിടെ എന്നതാണ് ഈ നോക്കണത്? കൊച്ചുവാവതേ ഇവിടെ ഉണ്ട്. അന്തരീക്ഷത്തിൽ ചെന്താമര, വെണ്ടുരുത്തിയിൽ കുന്തിരിക്കം. അതിരിക്കട്ടെ, ഇത് നിങ്ങൾ പഠിപ്പിക്കുന്ന പ്രൊഫസറാണോ അതോ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണോ? ആ, സാരമില്ല, ചോദിച്ചോ. അതെല്ലാം പോട്ടെ മുതലാളി, നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം. മുതലാളിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ കാറുമായിട്ട് വരും. എന്നാത്തിന്? വിളിച്ചണ്ട് പോയേച്ചുവേ. ചാക്കിലി കെട്ടിക്കൊടുത്തയക്കാൻ വാപ്പനെ കിട്ടുകയില്ല. മക്കവോ. കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങളൊന്നും ഈ വർഷം ഉണ്ടാകില്ല മുതലാളി. ഈ വർഷം കോളേജ് യൂണിയൻ വേറെ പാർട്ടിക്കാണ്. പക്ഷേങ്കിൽ കൂമ്പ എല്ലാ പാർട്ടിക്കാരുടെ ഒച്ച ഒരുപോലെ ഇരിക്കുവല്ല. അതല്ലേ കുഴപ്പം. ചുരുക്കി പറഞ്ഞ മുതലാളി വരില്ല അല്ലേ? നിങ്ങൾ എന്നിട്ടേ നിങ്ങളെ ഈ പരുവത്തിലാക്കി എടുത്തവരെ വിളിച്ചണ്ട് പോയി ചെരിക്കൊന്ന് പൂശ്. പാപ്പനെ വിട്. പക്ക പോ. വെറും കൺട്രി. പോവാ. വാ നമുക്ക് പോവാ. ഒരു സാധനം. അപ്പളേ ഇങ്ങാട്ട് വന്നേ, ഇങ്ങാട്ട് വന്നേ. ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പോകാനാ? ഇതും കൂടെ എടുത്തണ്ട് പോ.